ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫ്രണ്ട്ലി ടീച്ചർ. എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കോംപ്ലിമെൻ്ററി സുവോളജി അതുപോലെ തന്നെ മെയിൻ സുവോളജിയിലും വരുന്ന ഒരു മെയിൻ എസ്സേ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ഓഫ് ബേർഡ്സ് ആണ് ആ മെയിൻ എസ്സേ എന്ന് പറയുന്നത്. 50 മാർക്കിന് ചോദിക്കുന്ന ഒരു എസ്സേ ആണ്. ലോങ് എസ്സേ ഗ്രൂപ്പിൽ തന്നെ ചോദിക്കും. ഒരുപാട് വട്ടം ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു എസ്സേയും ആണത്. അപ്പോൾ അത് നിങ്ങൾ ഒഴിവാക്കാതെ പഠിക്കേണ്ട ഒരു ടോപ്പിക്ക് തന്നെയാണ്. അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നമുക്കത് ടെക്സ്റ്റിൽ നോക്കുമ്പോൾ വളരെയധികം ലെങ്തി ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ഹെഡിങ് വൈസ് ആയിട്ട് തന്നെ നമ്മൾ എഴുതേണ്ടതുണ്ട്. അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പോയിൻറ്റ്സ് മാത്രം നോക്കി പഠിക്കാം. അത് പഠിച്ചെഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതെന്തൊക്കെയാണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. പിന്നെ നല്ല പോലെ ഒരുപാട് കാര്യങ്ങൾ ഓർത്ത് വെച്ചിരിക്കാൻ കഴിവുള്ള കുട്ടികളും മുഴുവനും പഠിച്ചു വെച്ചിരിക്കുന്നത് നന്നാണ്. പിന്നെ എല്ലാവർക്കും ഒരുപോലെ പഠിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൽ എസ്സേയിൽ ഉൾപ്പെടുത്തിയേക്കേണ്ട പോയിൻറ്റ്സ് വെച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ഓഫ് ബേർഡ്സ് എഴുതുമ്പോൾ നമ്മൾ എഴുതുന്നത് ബേർഡ്സിനെ പറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഒരു 3-4 സെൻറ്റൻസ്, ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്റ്റീവ് പാരഗ്രാഫ് പോലെ എന്താണ് ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ എന്ന് വരുന്നത് ബേർഡ്സിനെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അപ്പം ബേർഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ നേച്ചറിലെ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു ക്രിയേഷനാണ്. ഇവരെ മാസ്റ്റേഴ്സ് ഓഫ് ദ എയർ എന്നാണ് അറിയപ്പെടുന്നത്. ആ സെൻറ്റൻസ് നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യണം. മാസ്റ്റേഴ്സ് ഓഫ് ദ എയർ എന്നാണ് നമ്മുടെ ബേർഡ്സിനെ അറിയപ്പെടുന്നത്. ഇവയുടെ ഓർഗൻ സിസ്റ്റംസ് എല്ലാം ഇത്തരത്തിൽ ഇങ്ങനെ ഏറിയൽ മോഡിൽ വേണ്ടിയിട്ടാണ് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ഓർഗൻ സിസ്റ്റത്തിനും ഇതുപോലെ ഈ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ഇവരുടെ ബോഡിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മോഡിഫിക്കേഷൻസിനെയാണ്, ഓരോ ഓർഗൻ സിസ്റ്റവും കാണിക്കുന്ന മോഡിഫിക്കേഷനെയാണ് ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ വോളൻ്റ് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ എസ്സേ റൈറ്റ് ദ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ഓഫ് ബേർഡ്സ് അല്ലെങ്കിൽ വോളൻ്റ് അഡാപ്റ്റേഷൻ, ഒന്നീ ചിലപ്പോൾ ചോദിച്ചേക്കുന്നത് റൈറ്റ് ദ വോളൻ്റ് അഡാപ്റ്റേഷൻ ഓഫ് ബേർഡ്സ് എന്നാണ്. സെയിം വേർഡ് മീനിങ് ആണ്, അതുകൊണ്ട് അത് തെറ്റിക്കരുത്. അപ്പോൾ ഇത്തരത്തിൽ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ മോഡിഫൈ ചെയ്യുന്നതിന് നമ്മൾ പറഞ്ഞു ഒരുപാട് ഓർഗൻ സിസ്റ്റംസ് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അവരുടെ ബോഡിയുടെ ഷേപ്പ് ആയാലും നെക്ക്, ഹെഡ്, വിങ്സ്, ഫെതേഴ്സ്, ഷോർട്ട് ടെയില്, അതുപോലെ തന്നെ അവിടുത്തെ ബൈപ്പെഡൽ ലോക്കമോഷൻസ്, പിന്നെ ഫ്ലൈറ്റ് മസിൽസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഗർ വെച്ച് തന്നെ നിങ്ങൾ പഠിക്കണം. എൻഡോസ്കെൽട്ടൺ, ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, സർക്കുലേറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, അതുപോലെ തന്നെ അവർ വാം ബ്ലഡഡ് ആനിമൽസ് ആണ്, അത് വേണം. പിന്നെ ബ്രെയിൻ, സെൻസ് ഓർഗൻ, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വേണം. അതുപോലെ തന്നെ റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ മോഡിഫിക്കേഷനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളതിൽ എഴുതാനുള്ളത്. റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ മോഡിഫിക്കേഷൻ ഹെഡിങ് കൊടുത്ത് തന്നെ റെസ്പിറേറ്ററി സിസ്റ്റം ആരൊക്കെ വരുന്നുണ്ട് എന്ന് വെച്ചത് കൃത്യമായിട്ട് വരച്ച് തന്നെ എഴുതി പഠിച്ചു വെച്ചേക്കണം. ജസ്റ്റ് ഒന്നുമില്ലെങ്കിലും ആ സിരിങ്സ് ഓഫ് പീജിയൻ എന്നുള്ളതെങ്കിലും നമ്മൾ വരച്ച് പഠിച്ച് വെച്ചേക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ ബോഡി ഷേപ്പ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബേർഡ്സിനൊക്കെ ഒരു സ്ട്രീം ലൈൻഡ് ബോഡി ആയിരിക്കും. ഇവ എന്ന് പറയുന്നത് മിനിമം റെസിസ്റ്റൻസ് ഡ്യൂറിങ് എയർ ആണ് ചെയ്യുന്നത്. അതായത് ഫ്ലൈറ്റിൻ്റെ ടൈമിൽ എയറിന് മിനിമം റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നതാണ് ഈ സ്ട്രീം ലൈൻഡ് ബോഡിയുടെ പ്രത്യേകത. അതുപോലെ തന്നെ ബോഡി ഈസ് കവേർഡ് വിത്ത് ഫെദർ വെച്ച് ബോഡി കവർ ചെയ്തിട്ടുണ്ട്. ഇത് സ്പിൻഡിൽ ഷേപ്ഡ് ബോഡിയുമായിട്ട് അറ്റാച്ച് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ സ്പിൻഡിൽ ഷേപ്പ്ഡാണ് ബോഡി, അതുപോലെ തന്നെ സ്ട്രീം ലൈൻഡാണ്. ഇത് നമ്മുടെ മിനിമം റെസിസ്റ്റൻസ്, ഫ്ലൈറ്റിൻ്റെ ടൈമിൽ മിനിമം റെസിസ്റ്റൻസ് കൊടുക്കുന്നുണ്ട്, ഫെദർ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബോഡി ഷേപ്പിൽ വരുന്നത്. ഇനി മൊബൈൽ നെക്ക് ആൻഡ് ഹെഡാണ് പറയുന്നത്. ഒരു ലോങ് നെക്കാണ് നമ്മുടെ ബേർഡ്സിനൊക്കെ ഉള്ളത്. ഇത് തന്നെ മൊബൈലാണ്. ഇത് സെൻറ്റർ ഓഫ് ദ ഗ്രാവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യും. നമുക്കറിയാമല്ലോ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ പറ്റിയൊക്കെ. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ടെയിലൊരു റൂഡറായിട്ടാണ് സെർവ് ചെയ്യുന്നത്. ഇതൊരു സ്റ്റിയറിങ്, ഫ്ലൈറ്റിൻ്റെ ടൈമിൽ സ്റ്റിയറിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ബാലൻസ് അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ ടെയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വിങ്സിലോട്ട് പോവുകയാണ്. വിങ്സ് അറിയാമല്ലോ ഇമ്പോർട്ടൻ്റ് ആൻഡ് പവർഫുൾ ഓർഗനാണ്. ഫ്ലൈറ്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പവർഫുൾ ആൻഡ് ഇമ്പോർട്ടൻ്റ് മോഡിഫൈഡ് ഓർഗനാണ് വിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ വിങ്സ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ഓർഗനാണ്. ഇത്
ഫോർ ലിംസിനെയും അതുപോലെ തന്നെ ബോൺസിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പവർഫുൾ മസിൽസ്, ഫെതേഴ്സ്, മറ്റ് സ്ട്രക്ചേഴ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോംപ്ലക്സ് ആണ് നമ്മുടെ വിങ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഈ വിങ്സിൻ്റെയൊക്കെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് എൻഹാൻസ് ചെയ്തിട്ട് ഒരു ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് എലോങ് ചെയ്ത് കാണപ്പെടുന്നുണ്ട്. ഇതിനെയാണ് റെമിജസ് എന്ന് പറയുന്നത്. അപ്പം സർഫസ് ഏരിയ ഓഫ് ദ വിങ് ഈസ് എൻഹാൻസ്ഡ് ബൈ ദ എലോങ്ങേറ്റഡ് ഫ്ലൈറ്റ് ഫെതേഴ്സ് കാൾഡ് റെമിജസ്. ആ ഒരു സർഫസ് ഏരിയയ്ക്ക് ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ടാണ് ആ ഫ്ലൈറ്റ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഒരു പെക്യുലിയർ ഷേപ്പ് ഓഫ് ദ വിങ് എന്ന് പറയുന്നത് ഒരു തിക്ക് ആൻഡ് സ്ട്രോങ് ലീഡിങ് എഡ്ജ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു അപ്പർ സർഫസ് കോൺവെക്സും ലോവർ സർഫസ് കോൺകേവും ആയിട്ടാണ് കാണപ്പെടുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ വിങ്ങിൻ്റെ അപ്പർ സർഫസ് കോൺവെക്സും ലോവർ സർഫസ് കോൺകേവും ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇത് എയറിൻ്റെ പ്രഷർ റെഡ്യൂസ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഇപ്പോൾ എബോ ആവുമ്പം മുകളിലേക്ക് പറക്കാൻ നേരത്ത് എയറിൻ്റെ പ്രഷർ റെഡ്യൂസ് ചെയ്യുകയും ബിലോ താഴോട്ട് വരാൻ നേരത്ത് എയറിൻ്റെ പ്രഷർ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പം എയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ അപ്പർ കോൺവെക്സ് പോർഷനും ലോവർ കോൺകേവ് പോർഷനുമാണ്. അപ്പം ഇത്തരത്തിൽ നമ്മുടെ അപ്പർ കോൺവെക്സ് ലെൻസ് അതുപോലെ തന്നെ ലോവർ കോൺകേവ് ലെൻസ് എയർ പ്രഷർ റെഡ്യൂസ് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യുന്നത് മൂലം നമ്മുടെ വിങ്സ് അല്ലെങ്കിൽ നമ്മളെ ബേർഡ്സിൻ്റെ ഫ്ലൈറ്റ് ടൈമിൽ എയർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡൗൺവേർഡ് സ്ട്രോക്ക് ഓഫ് വിങ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് അപ്വേർഡ്, ഫോർവേഡും ഡൗൺവേർഡും ആയിട്ടുള്ള ആ ഒരു പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ഫെദർ എന്ന് പറയുന്നത്. ദ ബോഡി ഓഫ് ദ ബേർഡ്സ് ഈസ് കവേർഡ് വിത്ത് ഫെതേഴ്സ്. ഫെതേഴ്സ് വെച്ചാണ് കവർ ചെയ്യുന്നത്. വിങ്സിലൊക്കെയും തന്നെ ഈ ഫെദർ ഉണ്ട്. ഫെദർ ഒരു വളരെയധികം ഇമ്പോർട്ടൻറ്റ് ഫീച്ചറുള്ള ഒരു ഫ്ലൈറ്റ് അഡാപ്റ്റിംഗ് ഓർഗനാണ്. ഇതെന്ന് പറയുന്നത് സ്മൂത്താണ്, സ്ട്രീം ലൈൻഡ് ബോഡിയിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫ്രിക്ഷൻ അറിയാലോ, ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നതിന് നമ്മുടെ ഫെതേഴ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫെതേഴ്സിൽ എന്ത് മറന്നു പോയാലും ഈ ഫ്രിക്ഷൻ റെഡ്യൂസ് മറക്കരുത്. എല്ലാത്തിൻ്റെയും യൂസ് എന്താണെന്നുള്ളത് നിങ്ങൾ കറക്റ്റായിട്ട് ഓർത്ത് വച്ചേക്കണം. ഇനി ഈ ഫെതേഴ്സ് എന്ന് പറയുന്നത് ഹൈലി അഡ്വാൻറ്റേജസ് ആണ്. അതായത് ഈ ഫെതേഴ്സ് ഞാൻ പറഞ്ഞല്ലോ ഒരു സ്മൂത്ത് ഇതാണ് നൽകുന്നതെന്ന്. ഇതതിൻ്റെ ഹാർട്ടിൻ്റെയൊക്കെ ലോസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ബ്ലാങ്കറ്റ് നേച്ചർ കൊടുത്തിട്ട്. അതുകൊണ്ടാണ് ഇൻറ്റൻസ് കോൾഡിലും ഹൈ ആൾട്ടിറ്റ്യൂഡിലും ഒക്കെ ബേർഡ്സിന് പറന്ന് നടക്കാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ബോയൻസി മെക്കാനിസം നൽകുന്നത് നമ്മുടെ ഫെതേഴ്സാണ്. ഇത്രയും ഫെതേഴ്സിനെ പറ്റി ഓർത്ത് വച്ചേക്കണം. കോൾഡ് അതുപോലെ തന്നെ ഇൻറ്റൻസ് ഹൈ ആൾട്ടിറ്റ്യൂഡിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഫെതേഴ്സാണ്. ബോയൻസി ഫങ്ഷൻ, പിന്നെ ഫ്രിക്ഷൻ റിഡക്ഷൻ, ഇത് ഇത്രയും ഫെതേഴ്സിൽ നിങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം. നെക്സ്റ്റ് ഷോർട്ട് ടെയിലാണുള്ളത്. അത് ഷോർട്ടാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു റൂഡർ കാണപ്പെടുന്നുണ്ട് ടെയിലിൽ, അത് സ്റ്റിയറിംഗ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും നമുക്ക് ഷോർട്ട് ടെയിലിനെ പറ്റി പറയാനുള്ളൂ. നമുക്ക് നെക്സ്റ്റ് ബൈപ്പെഡൽ ലൊക്കമോഷൻ എന്താണെന്ന് നോക്കാം. അവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ബൈപ്പെഡാലിറ്റി എന്ന് പറഞ്ഞാൽ വാക്കിംഗ് ഓൺ 2 legs എന്നാണ് മീൻ ചെയ്ത് വരുന്നത്. ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ആ ഒരു പാസേജാണ് ഞാൻ വരച്ചേക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ ഇവർക്ക് 2 legs ഉണ്ട്. അവ സ്ട്രോങ് ആണ്, സപ്പോർട്ടാണ്. ബോഡി വെയ്റ്റിനെ സപ്പോർട്ട് ചെയ്യാനും സ്ട്രോങ് ആയിട്ട് നിലനിർത്താനും ഈ 2 legs ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇവയുടെ മസിൽസും ടോസും വെൽ ഡെവലപ്ഡ് ആണ്. ഇവ പെർച്ചിങ് മെക്കാനിസം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് അവർക്ക് നടന്നു പോകാനും എല്ലാത്തിനുമുള്ള മെക്കാനിസമാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ഫ്ലൈറ്റ് മസിൽസ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കും, പക്ഷേ അത് നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ട ഒന്നാണ്. ആ ഫിഗർ പറ്റുമെങ്കിൽ വരച്ചെഴുതിയാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഫ്ലൈറ്റ് മസിൽസ് ഇവ എന്ന് പറയുന്നത് ഫ്ലൈറ്റ് ടൈമിൽ ഫ്ലൈറ്റ് ആക്ഷനെ കൺട്രോൾ ചെയ്യുന്ന മസിൽസാണ്. ഫ്ലൈറ്റ് മസിൽസ് എന്ന് പറയുന്നത് പേരിൽ തന്നെ ഉണ്ട്. കൺട്രോൾ ചെയ്യുന്ന ഫ്ലൈറ്റ് ആക്ഷനെ കൺട്രോൾ ചെയ്യുന്ന മസിൽസാണ് ഫ്ലൈറ്റ് മസിൽസ് എന്ന് പറയുന്നത്. ഇവ പെക്ടോറൽ മസിൽസും അതുപോലെ തന്നെ ആക്സസറി മസിൽസും, ഇങ്ങനെ 2 ടൈപ്പ് മസിൽസാണ് ഫ്ലൈറ്റ് മസിൽസിൽ കാണപ്പെടുന്നത്. ഇനി നമ്മൾ പെക്ടോറൽ മസിൽസ് എടുക്കുകയാണെങ്കിൽ അത് സ്റ്റേണത്തിൻ്റെ കീഴിലും വിങ്ങിൻ്റെയും സ്റ്റേണത്തിൻ്റെയും ആ ഒരു കീൽ പോർഷനിലാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ പെക്ടോറൽ മസിൽസ്. പെക്ടോറൽ മസിൽസ് തന്നെ 2 ടൈപ്പാണ്.
പെക്ടോറിയൽസ് മേജൽസും അതുപോലെ തന്നെ പെക്ടോറിയൽസ് മൈനറും. മേജറും ഉണ്ട്, മൈനറും ഉണ്ട്. ഇനി ഓരോന്നിൻ്റെയും യൂസ് എന്താണെന്ന് നോക്കണം. ഈ പെക്ടോറിയൽസ് മേജർ നോക്കുകയാണെങ്കിൽ ഇത് ലാർജ് ആൻഡ് പവർഫുൾ മസിലാണ്. തിരിഞ്ഞു പോകരുത്, ലാർജ് ആൻഡ് പവർഫുൾ മസിലാണ്. സ്റ്റേണത്തു നിന്ന് തന്നെയാണ് ഉണ്ടാവുന്നത്. ഇത് ഹെഡ് ഹ്യൂമേഴ്സിലോട്ട് ഇൻസേർട്ട് ചെയ്തായിരിക്കും കാണപ്പെടുന്നത്. ഇത് കാരണമാണ് ഡൗൺവേർഡ് സ്ട്രോക്ക് ഓഫ് ദ വിങ്. വിങ്ങിന് കാരണം നമ്മുടെ പെക്ടോറിയൽ മേജറാണ്, ഡൗൺ സ്ട്രോക്ക് ഓഫ് വിങ്. അത്രയും ഓർത്ത് വെച്ചേക്കണം. ഇനി നമ്മൾ മൈനറിലോട്ട് വരികയാണ്. പെക്ടോറിയൽ മൈനർ എന്ന് പറയുമ്പോൾ റിലേറ്റീവ്ലി എങ്ങനെയായിരിക്കും? സ്മാൾ ആയിരിക്കും. ഇനി ഇതും സ്റ്റേണത്തുനിന്ന് തന്നെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പെക്ടോറിയൽ മേജറിന് ടോർസലായിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഇനി ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പെക്ടോറിയൽ മൈനർ എന്ന് പറയുന്നത് ഒരു ഫോർമൻ ട്രയോസം എന്ന് പറയുന്ന ഒരു പാസസിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഈ ഫോർമൻ ടയോസം എന്ന് വെച്ചാൽ ഒരു അപ്പേർച്ചർ ജംഗ്ഷനാണ്. അതായത് ഈ 3 ബോൺ ഉണ്ടല്ലോ, ക്ലാവിക്കിൾ, സ്കാപ്പുല, കൊറക്കോയിഡ്. ഇതൊക്കെ നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്യേണ്ടതായിരുന്നു നമ്മുടെ ഏവ്സിൻ്റെ ഫീച്ചേഴ്സ് വെച്ച്. എങ്കിൽ മാത്രമേ ഈ ടേംസ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതിനെ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ക്ലാവിക്കിൾ, സ്കാപ്പുല, കൊറക്കോയിഡ് എന്നിങ്ങനെ പറയുന്ന 3 ബോൺസ് ഏവ്സിനുണ്ട്, ബേർഡ്സിനുണ്ട്. അപ്പോൾ ഇവയുടെ ഒരു ജംഗ്ഷൻ പോർഷനാണ് ഫോർമൻ ട്രയോസം എന്ന് പറയുന്നത്. അപ്പോൾ അതുവഴിയാണ് ഈ പെക്ടോറിയൽ മൈനേഴ്സ് പാസ് ചെയ്യുന്നത്. ഇനി ഈ പെക്ടോറിയൽ മൈനേഴ്സ് എന്ന് പറയുന്നത് ഒരു എലിവേറ്റർ മസിൽസാണ്. അതായത് ഉയർത്താനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മസിൽസാണ് പെക്ടോറിയൽ മൈനർ എന്ന് പറയുന്നത്. ഇനി ഇതെന്ന് പറയുന്നത് അപ്വേർഡ് ആൻഡ് ബാക്ക്വേർഡ് പുള്ളിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്വേർഡിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ബാക്ക്വേർഡിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പെക്ടോറിയൽ മേജർ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഡൗൺവേർഡിന്. അപ്പോൾ ഇത് മൂലമാണ് ഒരു റൈസിങ് ഓഫ് അപ്വേർഡ് സ്ട്രോക്ക് ഉണ്ടാവുന്നത്. അതായത് റൈസിങ്ങിന് ഹെൽപ്പ് ചെയ്യലാണ് നമ്മുടെ പെക്ടോറിയൽ മൈനറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അസസറി മസിൽസിലോട്ട് വരികയാണ്. 2 സെറ്റ്സ് ഉണ്ട്, 2 സെറ്റ്സ് ഓഫ് സ്മാൾ മസിൽസ് ഉണ്ട്. അതിനെയാണ് കോറക്കോ ബ്രാങ്കിയൽസ് എന്ന് പറയുന്നത്. കോറക്കോ ബ്രാങ്കിയൽസ് എന്ന് പറയുന്നത് 2 സ്മാൾ മസിൽസ് ഉണ്ട്. ഈ ടേമൊന്നും ഒരിക്കലും വിട്ട് കളയരുത് കേട്ടോ. ഇത് റൊട്ടേഷൻ ഓഫ് ദ വിങ്ങിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. റിങ്ങിൻ്റെ റൊട്ടേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത്ര എഴുതിയാൽ മതി. ഇനി ഒരു ടെൻസർ പെറ്റാഗ്ലിസ് ഉണ്ട്. ഇതിനെല്ലാം പുറമെ ഒരു ടെൻസർ പെറ്റാഗ്ലിയസ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്ട്രെച്ച്ഡ് ഇതിലാണ് നിൽക്കുന്നത്. വിങ്സിനെ സ്ട്രെച്ച് ചെയ്തിട്ട് ഫ്ലൈറ്റിനെ എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. എക്സ്റ്റെൻഡ് ഇൻ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് വിങ്സിനെ സ്ട്രെച്ച് ചെയ്യുന്നതാണ് ഈ ടെൻസർ പെറ്റാഗ്ലിസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലൈറ്റ് മസിൽസിൽ നമ്മൾ ഒരിക്കലും മറക്കാത്ത കാര്യം പെക്ടോറൽ മസിൽസ്, അസസറി മസിൽസുമാണ്. പെക്ടോറലിന് 2 ടൈപ്പ്, പെക്ടോറൽ മേജറും മൈനറും. മേജർ അപ്വേർഡ് സ്ട്രോക്കിനും മൈനറിൻ്റെ ഭാഗത്ത് നമ്മൾ പറഞ്ഞപ്പോൾ ഇതൊരു ഫോർമാൻ ട്രയോസത്തിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. എലിവേറ്റർ മസിൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്വേർഡ് സ്ട്രോക്കിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അസസറി മസിൽസ് എടുക്കുകയാണെങ്കിൽ ഒരു 2 സ്മാൾ മസിൽസ് ആയിട്ടുള്ള കോറക്കോ ബ്രാങ്കിയൽസ് ഉണ്ട്. റൊട്ടേഷൻ ഓഫ് ദ വിങ്സിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും പുറമെ ഒരു ടെൻസർ പെറ്റാഗിലിയസ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് വിങ്സിനെ സ്ട്രെച്ച് ചെയ്ത് ഫ്ലൈറ്റ് എക്സ്റ്റെൻഡ് ചെയ്യിക്കുന്നുണ്ട്. ഇത്രയും ഓർത്ത് വെച്ചേക്കുക. നെക്സ്റ്റ് നമുക്ക് എഴുതാനുള്ളത് എക്സോസ്കെൽറ്റനെ പറ്റിയാണ്. ഇതൊന്നും അത്രയും കൊടുത്തേക്കണം, അത്രയും നമുക്ക് വേണ്ട. നമ്മുടെ എക്സോസ്കെൽറ്റൻ എന്ന് പറയുന്നത്, സ്കെൽറ്റൻ ഓഫ് ദ ബേർഡ് എന്ന് പറയുന്നത് ഹയർ മോഡിഫിക്കേഷൻ ഉള്ളതാണ്. ഇത് വെയിറ്റ് റെഡ്യൂസ് ചെയ്യാനും റിജിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി മോസ്റ്റ് ഓഫ് ദ ബോൺ എന്ന് പറയുന്നത് ന്യൂമാറ്റിക് ആണ്. എന്ന് വെച്ചാൽ ഫിൽഡ് വിത്ത് എയർ സ്പേസസ് ആണ്, ബോഡി വെയിറ്റ് ലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി സ്കെൽറ്റൻ എന്ന് പറയുന്നത് റിജിഡ് ഫ്യൂഷൻ ഓഫ് ബോൺസ് ആണ്. ബോൺസുമായിട്ട് ഫ്യൂസ് ചെയ്തായിരിക്കും കാണപ്പെടുന്നത്. ഇത്രയും മതി. നെക്സ്റ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം നോക്കാം. നമ്മുടെ ബേർഡ്സിനൊക്കെ ഹയർ എനർജി വേണം. കാരണം അതുകൊണ്ട് തന്നെ ഇവയുടെ ഡൈജഷൻ എന്ന് പറയുന്നത് റാപ്പിഡായിട്ട് നടക്കും. ഡൈജഷൻ ഈസ് വെരി എഫിഷ്യൻ്റ് ആണ്. ഫീക്കൽ മാറ്ററൊക്കെ ലെസ്സാണ്. അതുപോലെ തന്നെ ഇവരുടെ റെക്റ്റം എന്ന് പറയുന്നത് മച്ച് റെഡ്യൂസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ വേസ്റ്റൊക്കെ പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് റെസ്പിറേറ്ററി സിസ്റ്റം. ഹൈലി സ്പെഷ്യലൈസ്ഡ് റെസ്പിറേറ്ററി സിസ്റ്റമാണ് ഇവർക്കുള്ളത്, മെറ്റബോളിക് റേറ്റ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി തന്നെ. ഇനി ലങ്സ് സ്പോഞ്ചിയാണ്, നോൺ ഡിസ്റ്റൻസിബിളാണ്.
അതുപോലെ തന്നെ ഇവയുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തിലെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് എയർ സാക്ക് എന്ന് പറയുന്നത്. എയർ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയൊക്കെ ഉള്ളതാണത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ആൽവിയൽ ലങ്സ് ആണ്. ഇവ ട്വൈസ് 2 ടൈമിൽ ബ്രീത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് കൂടുതലും കാണപ്പെടുന്നത്. എയർ സാക്സ് ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സർക്കുലേറ്ററി സിസ്റ്റം വെൽ ഡെവലപ്ഡ് സർക്കുലേറ്ററി സിസ്റ്റമാണ്. 4 ചേമ്പേർഡ് ഹാർട്ട് തന്നെയാണുള്ളത്. ഡബിൾ സർക്കുലേഷൻ ഉണ്ട്. ഓക്സിജനേറ്റഡ് ബ്ലഡും ഡീഓക്സിജനേറ്റഡ് ബ്ലഡും സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് പോകുന്നത്. ഹൈ റേറ്റ് ഓഫ് മെറ്റബോളിസം ആണ് കാണപ്പെടുന്നത്. ലാസ്റ്റ് എക്സ്ക്രീറ്ററി സിസ്റ്റം ഹെൻലി സ്ലൂപ്പ് ഉണ്ട് വാട്ടർ അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടി. യൂറിനറി ബ്ലാഡറൊക്കെ ആബ്സെൻ്റ് ആണ്. എന്ന് വെച്ചാൽ ബോഡി വെയിറ്റ് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് യൂറിനറി ബ്ലാഡർ ആബ്സെൻ്റ് ആയിട്ടുള്ളത്. വേസ്റ്റസ് ചെറുതായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ടോക്സിക് ആൻഡ് ഇൻസോലിബിൾ ആയിട്ടുള്ള യൂറിക് ആസിഡും യൂറേറ്റ്സും ഒക്കെ ആയിട്ടാണ് വേസ്റ്റ് മെറ്റീരിയൽ കൺവേർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് വാം ബ്ലഡ്നെസ്. ഇവ ഹോമിയോതെർമിക് ആണ്, വിച്ച് മീൻ വാം ബ്ലഡഡ് ആനിമൽസ് ആണ്. അതിൻ്റെ ഇമ്പോർട്ടൻ്റ് അറിയാമല്ലോ. വാം ബ്ലഡഡ് എന്ന് പറയുമ്പോൾ 40 ഡിഗ്രി സെൽഷ്യസോളം ടെമ്പറേച്ചർ അവരുടെ ബോഡിയിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ എൻവയോൺമെൻറ്റൽ ടെമ്പറേച്ചറുമായിട്ട് കറസ്പോണ്ട് ചെയ്ത് നിൽക്കാൻ ഇവയ്ക്ക് പറ്റും. അതാണ് ഈ വാം ബ്ലഡ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് അതിൻ്റെ ബ്രെയിൻ ആൻഡ് സെൻസ് ഓർഗൻ നോക്കിയാൽ നെർവ് സിസ്റ്റവും അതുപോലെ തന്നെ സെൻസ് ഓർഗനും ഹൈലി ഡെവലപ്ഡ് ആണ്. ബേർഡ്സിന് ബ്രെയിൻ ഉണ്ട്. ഇത് ലിസാർഡ്സിനെക്കാളുമൊക്കെ മച്ച് ലാർജർ ആയിരിക്കും. പിന്നെ ഇവർക്കൊരു അക്യൂട്ട് പവർ ഓഫ് വിഷൻ ആയിരിക്കും കാണപ്പെടുന്നത്. ബ്രെയിൻ എന്ന് പറയുന്നത്, നെർവ് സിസ്റ്റം എന്ന് പറയുന്നത് റാപ്പിഡ് ട്രാൻസ്മിറ്റ് ഓഫ് സിഗ്നൽസ് ആയിരിക്കും കൊടുക്കുന്നത്. വിങ്സിനെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് തന്നെ മെസ്സേജസ് ട്രാൻസ്മിറ്റ് ചെയ്യും. ഇനി ഇതിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ ഫീമെയിൽ ബേർഡ്സിന് ഓൺലി 1 ഓവറി ഓവിഡക്റ്റേ ഉള്ളൂ. ബോഡി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോർഷനിലോട്ട് പോകുന്നത്. മോഡിഫിക്കേഷൻ ഓഫ് റെസ്പിറേറ്ററി ഓർഗൻസിലോട്ടാണ് പോകുന്നത്. സിൻറിങ്സും എയർ സാക്സുമാണ് അവിടെ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ പറ്റി പറഞ്ഞു. അത് ഹൈലി സ്പെഷ്യലൈസ്ഡ് ആണ്. മെറ്റബോളിക് റേറ്റൊക്കെ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ റെസ്പിറേറ്ററി സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് റെസ്പിറേറ്ററി ട്രാക്ക്, ലങ്സ്, എയർ സാക്സ്, ഇത്രയാണ് കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത്. റെസ്പിറേറ്ററി ട്രാക്ക് ഇൻക്ലൂഡ് എക്സ്റ്റേണൽ നോസിൽസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നോസൽ സാക്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നോസൽ സാക്സ് കാണാൻ പറ്റും. ലാരിങ്സ്, ട്രക്കിയ, സിൻറിങ്സ്, ഇത്രയാണ് നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഈ എക്സ്റ്റേണൽ നോസ്ട്രൽസ് എന്ന് പറയുന്നത് നമ്മുടെ അപ്പർ ബ്രേക്കിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇത് നോസ്ട്രൽസ് ലീഡ് ടു ഷോർട്ട് നേസൽ സാക്സിലോട്ട് ഇത് ലീഡ് ചെയ്യുന്നുണ്ട്. ഇത് ഫാരിങ്സിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. പിന്നെ ഇൻറ്റേർണൽ നോസ്ട്രിങ്സിലേക്ക് പോകുന്നുണ്ട്. ഇനി ഗ്ലോട്ടിസ് ഉണ്ട്. ഈ ഗ്ലോട്ടിസ് ലാരിങ്സിലോട്ട് ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബേർഡ്സിലൊന്നും ലാരിങ്സ് ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യില്ല. നമ്മളിനി മെയിൻ ആയിട്ടുള്ള സിൻറിങ്സ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഓൺ ദ എൻറ്ററിങ് ഓഫ് ദ തൊറാക്സിക് ക്യാവിറ്റി ട്രക്കിയ എക്സ്പാൻഡ് ഇൻറ്റു സിൻറിങ്സ്. ട്രക്കിയാണ് സിൻറിങ്സ് ആയിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നത്. ഇവിടെ 2 ബ്രോങ്കിയ കാണപ്പെടുന്നുണ്ട്. ഈ സിൻറിങ്സ് ആണ് വോയിസ് ബോക്സ് അല്ലെങ്കിൽ ബേർഡ്സിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഇത് യുണീക്ക് ക്യാരക്ടർ ഓഫ് ബേർഡാണ്. ഇനി ഇതൊരു എക്സ്പാൻഡ് ചെയ്തിട്ടൊരു പോർഷനായിട്ട് കാണപ്പെടുന്നു, ഒരു ചേമ്പറായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇതിന് ടിംബാനം എന്നാണ് പറയുന്നത്. ടിംബാനം, അത് ഓർത്ത് വെച്ചേക്കണം. ഇത് സപ്പോർട്ട് ചെയ്യുന്നത് 3 ട്രക്കിയൽ റിങ്ങും അതുപോലെ തന്നെ ഫ്യൂ ബ്രോങ്കിയൽ റിങ്ങും വെച്ചിട്ടാണ്. ആദ്യത്തെ കുറച്ച് ബ്രോങ്കിയൽ റിങ്സിനെയും 3 ട്രക്കിയൽ റിങ്സിനെയും വെച്ചിട്ടാണ് ടിംബാനം സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഇവർക്കൊരു സെമി ലൂണാർ മെംബ്രെയിൻ ഉണ്ട്. ഇത് ഒരു ബോണി റിഡ്ജ് ആയിട്ടുള്ള പെസിലസിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ സെമി ലൂണാർ മെംബ്രെയിൻ കാണപ്പെടുന്നത്. ഇനി ഈ പെസിലസ് എന്ന് പറയുന്നത് ഇൻ്റർ ക്യാവിക്കുലാർസ് എയർ സാക്സിലോട്ട് എൻ്റർ ചെയ്യുന്നുണ്ട്. ഇത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ നിങ്ങളത് മനസ്സിലാക്കി തന്നെ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി എക്സ്റ്റേണൽ ടിംബാനം മെംബ്രെയിൻ ഉണ്ട്. ഇത് ഇന്നർ ടിംബാനം മെംബ്രെയിനുമായിട്ട് അസോസിയേറ്റ് ചെയ്തായിരിക്കും കാണപ്പെടുന്നത്. ഈ ടിംബാനിക് മെംബ്രെയിനിലെ വൈബ്രേഷൻസ് മൂലമാണ് വോയിസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ലങ്സിലെ എക്സ്പിറേഷൻ്റെ ടൈമിൽ ടിംബാനം മെംബ്രെയിനിലൊരു വൈബ്രേഷൻ ഉണ്ടാവുകയും വോയിസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്.
ഇതിൽ ഇത്രയും നമുക്ക് ഓർത്ത് വെക്കാനുള്ളൂ. ഞാൻ അണ്ടർലൈൻ ചെയ്തേക്കുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് അണ്ടർലൈൻ ചെയ്ത് പഠിച്ചു വച്ചേക്കുക. അത്ര പഠിച്ചാൽ തന്നെ നമുക്കത് എഴുതി മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പിന്നെ ഫിഗർ ഇമ്പോർട്ടൻ്റ് ആണ്. സെൻട്രിങ്സിൻ്റെ ഫിഗറും അതുപോലെ തന്നെ എയർ സാക്കിൻ്റെ ഫിഗറും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. സെൻട്രിങ്സിൻ്റെ ഫിഗർ എളുപ്പമാണ്, അതൊന്ന് ലേബൽ ചെയ്യാനും ജസ്റ്റ് പഠിച്ചു വെച്ചേക്കുക. നെക്സ്റ്റ് ലെങ്സ് ആണ് നോക്കാനുള്ളത്. 2 ബ്രോങ്കിയ ഉണ്ട്. ഇത് ഇൻഇലാസ്റ്റിക് ആയിട്ടുള്ള ലെങ്സിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. വെൻട്രൽ സർഫസ് ഓഫ് ദ ലെങ്സ് എന്ന് പറയുന്നത് ഒരു ഫൈബ്രസ് ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത് കാണപ്പെടുന്നുണ്ട്. അതിനെയാണ് പ്ലൂറ എന്ന് പറയുന്നത്. ആൻറ്റീരിയർ പോർഷനിൽ ഈ ലെങ്സിൻ്റെ ബ്രോങ്ക്യൂൾസ് എൻ്റർ ചെയ്യുന്നത് പ്രൈമറി ബ്രോങ്ക്സിലാണ്. ഈ പ്രൈമറി ബ്രോങ്കസിലെ ഡിസ്റ്റൽ എൻഡിൽ ഒരു മീസോ ബ്രോങ്കസ് ഉണ്ട്. ഇതാണ് സെക്കൻഡറി ബ്രോങ്കിയെ റൈസ് ചെയ്യുന്നത്. ഇനി സെക്കൻഡറി ബ്രോങ്കിയ ടെറിഷറി ബ്രോങ്കിയ ആയിട്ട് മാറുന്നുണ്ട്. ഇത്തരത്തിലൊരു നെറ്റ്വർക്ക് ഓഫ് ക്യാപ്പിലറീസ് ഉണ്ട്. ലെങ്സിലൊരു നെറ്റ്വർക്ക് ഓഫ് ക്യാപ്പിലറീസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് ക്യാപ്പിലറി, അതായത് പ്രൈമറി ബ്രോങ്ക്യൂൾസ് ചേർന്ന് മീസോ ബ്രോങ്ക്യൂൾസ്, അത് സെക്കൻഡറി ബ്രോങ്കിയെ ലീഡ് ചെയ്യുന്നുണ്ട്, ടെറിഷറി ബ്രോങ്കി, അത്തരത്തിലൊരു നെറ്റ്വർക്ക് ക്യാപ്പിലറീസ് ആയിട്ടാണ് ലെങ്സ് കാണപ്പെടുന്നത്. ഇനി ഈ ലെങ്സിലൊന്നും ബ്ലൈൻഡ് പൗഞ്ചസ് കാണപ്പെടുന്നില്ല. ബ്ലൈൻഡ് പൗഞ്ചസ് ആൽവിയോളയിലൊന്നും ബ്ലൈൻഡ് പൗഞ്ചസ് കാണപ്പെടുന്നില്ല. ഇനി ഗേഷ്യസ് എക്സ്ചേഞ്ച് ഒക്കർ ചെയ്യുന്നത് ഇന്നർ വാസ്കുലാർ സർഫസ് ഓഫ് ദ എയർ ക്യാപ്പിലറീസിൻ്റെയും ബ്ലഡിൻ്റെയും ഇടയിലാണ് ഗേഷ്യസ് എക്സ്ചേഞ്ച് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എയർ സാക്കാണ് നോക്കാൻ പോകുന്നത്. എയർ സാക്ക് എന്ന് പറയുന്നത് ലാർജാണ്, തിൻവാൾഡാണ്, മെംബ്രെയിനസ് ആണ്, നോൺ മസ്കുലാർ ആൻഡ് നോൺ വാസ്കുലാർ സ്ട്രക്ചേഴ്സ് ആണ്. സെർവിങ് എ നമ്പർ ഓഫ് ഫങ്ഷൻസ് ഇൻ ബേർഡ്സ്. നമ്മുടെ പീജിയനിൽ തന്നെ 9 മേജർ എയർ സാക്സ് ആണുള്ളത്. ഇൻ്റർ ക്ലാവിക്കുലാർ, സെർവിക്കൽ, ആൻറ്റീരിയർ തൊറാക്സിക്, പോസ്റ്റീരിയർ തൊറാക്സിക് ആൻഡ് അബ്ഡോമിനൽ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എയർ സാക്സ് ആണ്. ഇൻ്റർ ക്ലാവിക്കുലാർ എയർ സാക്സ് എന്ന് പറയുന്നത് മീഡിയൻ ആണ്. ട്രയാങ്കുലർ എയർ സാക്സ് ആണ്. ലെങ്സുകളെ തമ്മിൽ കണക്ട് ചെയ്താണ് കാണപ്പെടുന്നത്. ഇനി ട്യൂബുലർ ഓക്സിലറി എയർ സാക്സ് ഉണ്ട്. ഇവ ഇൻ്റർ ക്ലാവിക്കുലാർ എയർ സാക്സിൽ നിന്നാണ് എറൈസ് ചെയ്യുന്നത്. ഇനി ക്ലാവിക്കുലാർ എയർ സാക്സ് ക്ലാവിക്കൽ ബോണിൽ എൻ്റർ ചെയ്യുകയും ഹ്യൂമറൽ സാക്കിൽ എൻ്റർ ചെയ്ത് ഹ്യൂമറസ് ബോൺ വഴി എത്തുകയും ചെയ്യുന്നുണ്ട്. സെർവിക്കൽ എയർ സാക്ക് എന്ന് പറയുന്നത് പെയേർഡ് സാക്കാണ്. ആൻറ്റീരിയർലി ആണ് ഇവ എറൈസ് ചെയ്യുന്നത്. ഈച്ച് ലങ്സിൽ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവ വെർട്ടിബ്രൽ കോളത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ലൈ ചെയ്യുന്നത്. ഇനി ആൻറ്റീരിയർ തൊറാക്സിക് എയർ സാക്കും പോസ്റ്റീരിയർ തൊറാക്സിക് എയർ സാക്കും പ്രസൻ്റാണ്. ഇതുപോലെ തന്നെ അബ്ഡോമിനൽ എയർ സാക്ക് എന്ന് പറയുന്നത് പെയേർഡാണ്, ലാർജാണ്. ഇത് പോസ്റ്റീരിയർ ആംഗിൾ ഓഫ് ദ ലെങ്സിൽ നിന്നാണ് എറൈസ് ചെയ്യുന്നത്. ലോവർ അബ്ഡോമൻ വാളിലും അതുപോലെ തന്നെ സ്മോൾ ഇൻറ്റസ്റ്റൈനിലും ഒക്കെയാണ് നമ്മുടെ എയർ സാക്സ് കാണപ്പെടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഫംഗ്ഷനും കൂടെ നോക്കുമ്പോൾ നമ്മുടെ എസ്സേ കംപ്ലീറ്റ് ആവുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എയർ സാക്കിൻ്റെ ഫംഗ്ഷനാണ്. എയർ സാക്ക് എന്ന് പറയുന്നത് യുണീക്കാണ്, മെംബ്രേ സാക്കാണ്. ഡിഫറെൻറ്റ് ഫങ്ഷൻസ് സെർവ് ചെയ്യുന്നുണ്ട്. ഇവ ഒരു എയർ ഫിൽഡ് ബലൂൺസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ബോയൻസി മെക്കാനിസത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു ബലൂൺ ആയിട്ടുള്ള എയർ സാക്സ് ആയിട്ട് ഇവ സെർവ് ചെയ്യുന്നത്. ഇനി എയർ സാക്സ് സെർവേഴ്സ് റെസ്വെയർ ഓഫ് എയർ റെസ്വെയറിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇൻസ്പിറേഷൻ എക്സ്പിറേഷൻ ടൈമിലൊക്കെ ഈ എയറിനെ അതായത് ഇവ ഓക്സിജനേറ്റഡ് ഇതിനെ മാറ്റുന്നതിനും അതുപോലെ തന്നെ ഓക്സിജനേറ്റഡിനെ ലങ്സിലെത്തിക്കുന്നതിനും ഒക്കെ ഒരു റിസർവിയർ ഓഫ് എയർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇൻസ്പിറേഷനും എക്സ്പിറേഷനും ഹെൽപ്പ് ചെയ്യുന്നത് ഈ റിസർവിയർ ഓഫ് എയർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് മൂലമാണ് എയർ സാക്ക്. ഇനി എയർ സാക്ക് കൂളിംഗ് ഡിവൈസസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. എയർ സാക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എയർ സാക്സ് ഹെയർട്ടിൻ്റെയും അതുപോലെ തന്നെ മറ്റ് മൂവ്മെൻറ്റ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് എയർ സാക്കാണ്. അപ്പോൾ തൊറാക്സിനെ റിജിഡലി ആയിട്ട് സെറ്റ് ചെയ്തതും എയർ സാക്കാണ്. ഇത്രയാണ് എയർ സാക്കിൻ്റെ ഫങ്ഷൻ. അപ്പോൾ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻ ഓഫ് ബേർഡ് എന്ന് പറയുന്നത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എസ്സേ തന്നെയാണ്. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.